ഭക്തജനങ്ങളെ, പ്രിയമുള്ളവരെ, പാടി കൈലാസ് ശ്രീ ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പന്തൽ സമർപ്പണമാണ് അല്പം മുമ്പ് ബഹുമാനപ്പെട്ട എഴുന്നേറ്റ് പീഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ സ്വാമിജി അവർ ഉദ്ഘാടനം ചെയ്ത് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യോഗം, ഈ യോഗത്തിൽ ഈ പറയുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ വേദിയിൽ വന്നിരിക്കണമെന്നാണ്. ശ്രീമതി രാജേശ്വരി ഭട്ട്, സംഗീത നൃത്താധ്യാപിക, ഡൽഹി. ശ്രീ ഇ കുഞ്ഞിരാമൻ നായർ, പാടി നിലയം, ബാംഗ്ലൂർ. അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ വി എൻ രവീന്ദ്രൻ, ഹരിഹര സേവാ സമിതി എന്നിവർ. അതുപോലെ ശ്രീ വേണുഗോപാലൻ അവർ നിയമിച്ചത് വേദിയിൽ വന്നിരിക്കണമെന്ന്. വേണുഗോപാലൻ, സെക്രട്ടറി, ഹരിഹര സേവാ സമിതി. ആദ്യമായി പ്രാർത്ഥനയോടുകൂടി അതുപോലെ മാതൃസമിതി പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ അവർ വേദിയിൽ വന്നിരിക്കുന്നതായി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിയ, ശ്രീലത, ലളിത എന്നിവരെ ക്ഷണിക്കുന്നു.
ശ്രീ വെള്ളൂർ ദേവനെയും കൈലാർ ദേവനെയും സ്മരിച്ചുകൊണ്ട് എടന്നൂർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി അവരെ നമിച്ചുകൊണ്ട് നമുക്ക് മഹാശിവരാത്രി ആഘോഷത്തിൻ്റെ ഈ സുദിനം കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാടി ശ്രീ കൈലാർ ശിവക്ഷേത്രത്തിൽ ഓരോ വിശേഷ ദിവസങ്ങളിലും പുതുതായ പല പരിപാടികളും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പന്തലിൻ്റെ മേൽക്കൂരയുടെ സമർപ്പണമാണ് ചടങ്ങ് നടന്നിട്ടുള്ളതെങ്കിലും ഈ ശിവരാത്രി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈ കൈലാർ ശിവക്ഷേത്രത്തിൽ പുറത്തെ മിറ്റം വിവിധങ്ങളായ കുറേ പരിപാടികൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും കൈലാർ ശിവക്ഷേത്രത്തിൻ്റെയും പ്രശംസിച്ചാലും മര്യാദത്തെ ഒരവസ്ഥയാണുള്ളത്. അതിന് നമുക്ക് നാട്ടുകാർക്കും ഇനിയും നല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് നമ്മളുടെ സഹകരണം ചെയ്യാൻ കഴിയണം. അദ്ദേഹത്തെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ നമ്മുടെ രണ്ട് ക്ഷേത്രങ്ങളുടെയും എല്ലാ താന്ത്രിക പരിപാടികളിലും വൈദിക പരിപാടികളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന നമുക്ക് നല്ലൊരു ഉപദേശവും സഹകരണവും നൽകുന്ന, അതോടൊപ്പം അറിയപ്പെടുന്ന എടന്നൂർ മഠ ശ്രീ ശ്രീ സച്ചിദാനന്ദ സ്വാമിജി അവരുടെ, അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥികളായ, അതോടൊപ്പം തന്നെ ക്ഷേത്ര തന്ത്രികളായ കേശവതന്ത്രികൾ, നമ്മുടെ ഇന്ന് വിശിഷ്ടാതിഥികളായ മണികണ്ഠൻ മേലൂർ, അതുപോലെ വിശിഷ്ടാതിഥികൾ, എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ന് നമുക്ക് ശിവരാവിലെ അതിരാവിലെ എണീച്ചിട്ട് വേണം അവരുടെ പൂജാവിധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. എന്നാലും അത് ഏകദേശം ഒരു 11 മണിക്ക് കഴിയും. എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുപോലെ സ്വാമിജി വന്നിരുന്നു. ഇന്ന് ഫുള്ള് അവർ ഏകദേശം 2 മണി രാത്രി വരെ അവർ ഉപവാസമാണ്, ഒന്നും കഴിക്കില്ല. എന്നാലും സ്വാമിജി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആശീർവദിക്കാൻ വേണ്ടി അത് വളരെ സന്തോഷമുണ്ട്. നമ്മൾ സ്വാമിജി എടന്നൂർ മഠത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ 1, 2 അല്ല, പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. വേദപാഠശാല, ഗുരുസദന, വൃന്ദാവന, കുട്ടികൾക്ക് ഹൈടെക് സ്കൂളുകൾ, ഗോശാല, അതുപോലെ തന്നെ സകല നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എല്ലായിടത്തും ബ്രഹ്മകലശം പ്രതിഷ്ഠാ ദിവസം എല്ലായിടത്തും പോയിട്ട് ശിലാന്യാസം ചെയ്ത് ഏകദേശം 2-3 വർഷങ്ങളുള്ളിൽ ആ പ്രതിഷ്ഠ നടന്നിരിക്കും. അതാണ് ഇവിടെ അവർ സ്വാമി പാദസ്പർശമായിട്ടുണ്ടെങ്കിൽ അത് വികസനം ചോദിക്കേണ്ട വികസനമായിട്ടുണ്ടാവും. അതാണ് നമുക്കൊരു ഭാഗ്യമാണ്. നമ്മുടെ ഒന്നിച്ച് നമുക്ക് എല്ലാം വേണ്ട അവരെ ഉപദേശം എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാര്യവും ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങളിവിടെ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹരിഹര സേവാ സമിതി, അതുപോലെ നിങ്ങളുടെ നാട്ടുകാരും നമ്മൾ ഒന്നിച്ച് നമ്മുടെ പ്രവർത്തനത്തിന് സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാടിയിലെ മരുമകൻ എന്ന് പറയാം, മണിയേട്ടന് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിര്യാതനായ പട്ടേലിൽ കൃഷ്ണൻ നായർ മരുമകനാണ് മണികണ്ഠൻ മേലോത്ത്. കൃഷ്ണൻ നായർ നമ്മുടെ വെള്ളൂർ അമ്പലത്തിന് 96-ൽ പാർത്ഥസാരത്തിലെ ഒരു ക്ഷേത്രം അവരെന്നെ ഫുള്ള് അതിൻ്റെ പണി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവരെ മരുമകനാണ് മണികണ്ഠൻ മേലോത്ത്. ജിമാർക്ക് മെഡലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ തുടങ്ങിയിട്ട് അത് കേരളത്തിലും അതുപോലെ തന്നെ വിദേശത്തിലും ദുബായിലും പ്രസിദ്ധിയായി അതിപ്പോൾ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കാണുമ്പോൾ ഒരു മില്യണറാണ്, കാരണം ഒരു സിമ്പിളാണ് നമുക്ക് കാണുമ്പോൾ. നമ്മളെ അവരുടെ സമയങ്ങൾ കളയുന്നില്ല. ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തി നമഃ. ചന്ദ്രപാദം മതശ്രീപ്രകാശം വിദ്വാസം കനകഭൂഷണം വിശുദ്ധാംഗം വിശ്വസ്തകേശം മരണാധമായ ദാക്ഷം ഇഷ്ടം സ്മരാമി മനസാനമീതഹസ്തം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ಕೈಲಾರು ಶ್ರೀ ಶಿವಕ್ಷೇತ್ರ ಇದರ
ಮಹಾಶಿವರಾತ್ರಿ ಆಚರಣೆಯ ಅಂಗವಾಗಿ ಏಕಾದಶ ರುದ್ರಾಭಿಷೇಕ ಹಾಗೂ ನೂತನವಾಗಿ ನಿರ್ಮಿಸಿದಂತಹ ಚಪ್ಪರದ ಸಮರ್ಪಣಾ ಕಾರ್ಯಕ್ರಮ ಇವತ್ತಿಲ್ಲಿ ನಡೀತಾ ಇದೆ. ಹರಿಹರ ಸಾನ್ನಿಧ್ಯವನ್ನು ಹೊಂದಿದಂತಹ ಒಂದು ಊರು ಪಾಡಿ ಅನ್ನುವಂಥ ಈ ಊರು. ಶ್ರೀಮಠದಲ್ಲಿ ಕೂಡ ಹರಿಹರವನ್ನು ಪೂಜಿಸುವಂಥ ಒಂದು ಉನ್ನತವಾದಂಥ ಒಂದು ಕಲ್ಪನೆ ಇರುವ ಜೊತೆಯಲ್ಲಿ ಪಾಡಿಯಲ್ಲಿ ಕೂಡ ಅಂತಹ ಒಂದು ಶಿವಕ್ಷೇತ್ರ ಮತ್ತು ವಿಷ್ಣು ಕ್ಷೇತ್ರವನ್ನು ಹೊಂದಿಕೊಂಡು ಈ ಗ್ರಾಮದಲ್ಲಿ ದೇವರನ್ನು ಪೂಜಿಸ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಶಿವರಾತ್ರಿಯ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಅದರ ನೆನಪಿನ ಒಂದು ಕಾರಣದಿಂದಲೂ ಇವತ್ತು ನೂತನವಾದಂಥ ಒಂದು ಚಪ್ಪರ ದೇವರಿಗೆ ಸಮರ್ಪಣೆಯಾಗಿದೆ. ಈಗಾಗಲೇ ಸ್ವಾಗತ ಭಾಷಣದಲ್ಲಿ ಅವರು ಹೇಳಿದರು. ಮಠದ ಶಿಷ್ಯರಾದಂಥ ಶ್ರೀ ಹರಿಪ್ರಸಾದ್ ಅವರು ಇದರ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿಕೊಳ್ಳದಂಥ ಬಹಳಷ್ಟು ಪ್ರಗತಿಯನ್ನು ಬಹಳಷ್ಟು ಅಭಿವೃದ್ಧಿಯನ್ನು ಈ ದೇವಸ್ಥಾನಗಳು ಕಟ್ಟೋದನ್ನು ನಾವು ನೋಡ್ಬೋದು. ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ ಉತ್ಸವದ ಸಂದರ್ಭದಲ್ಲಿರ್ಬೋದು, ಶಿವರಾತ್ರಿ ಸಂದರ್ಭದಲ್ಲಿರ್ಬೋದು, ನೂತನವಾದಂತಹ ಯಾವುದಾದ್ರೂ ಒಂದು ಸಮರ್ಪಣೆ ದೇವರಿಗೆ ಆಗ್ತಾ ಇರೋದನ್ನು ನಾವು ನೋಡಿದ್ದೇವೆ ಮತ್ತು ಆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬಂದು ಪಾಲ್ಗೊಂಡಿದ್ದೇವೆ. ದೇವಸ್ಥಾನದಲ್ಲಿ ನಡೆಯುವಂತಹ ಯಾವುದೇ ರೀತಿಯ ಅಭಿವೃದ್ಧಿ ಕಾರ್ಯಗಳು ಕೂಡ ಅದು ಭಕ್ತರ ಅನುಕೂಲದ ಸಲುವಾಗಿ ಅದು ನಡೀತದೆ. ಹಾಗಿರುವಾಗ ಅದರ ನಿರ್ಮಾಣಕ್ಕೆ ಆದಷ್ಟು ಭಕ್ತರು ಮನಸ್ಸು ಮಾಡಿದರೆ, ಅವರು ತಮ್ಮ ಮಿತಿಯಲ್ಲಿ ತಮ್ಮಿಂದಾದಂಥ ಸೇವೆಯನ್ನು ನೀಡಿದರೆ ಖಂಡಿತವಾಗಿ ದೇವಸ್ಥಾನಗಳು ಬಹಳಷ್ಟು ವೇಗದಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಹೊಂದಲಿಕ್ಕೆ ಕಾರಣ ಆಗ್ತದೆ. ಅಂಥ ಒಂದು ಅಭಿವೃದ್ಧಿಯನ್ನು ನಾವು ಈ ದೇವಸ್ಥಾನಗಳಲ್ಲಿ ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಸಂಬಂಧಪಟ್ಟಂತಹ ಭಕ್ತರು, ಊರಿನ ಗಣ್ಯರು, ಬಡವರಿನ ಗಣ್ಯರು ಬಹಳಷ್ಟು ನಮ್ಮನ್ನ ಸೇವೆಯನ್ನು ನೀಡಿ ಇವತ್ತು ಎಲ್ಲರೂ ಶಿವಕ್ಷೇತ್ರ ಇರ್ಬೋದು ಅಥವಾ ಎಲ್ಲರೂ ಮಹಾವಿಷ್ಣು ಕ್ಷೇತ್ರ ಇರ್ಬೋದು, ಇಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಕಾರ್ಯಗಳು ನಡೀತಾ ಇದೆ. ನಮ್ಮ ಅನುಕೂಲವಾಗಿ ದೇವಸ್ಥಾನ ಬಹಳಷ್ಟು ಅಭಿವೃದ್ಧಿ ಹೊಂದಿ ನಮ್ಮ ಬೇರೆ ಬೇರೆ ರೀತಿಯಿಂದ ಸಮಾಜದಲ್ಲಿ ದೇವಸ್ಥಾನ ತೆರೆದುಕೊಳ್ಳಲಿಕ್ಕೆ ಅದು ಕಾರಣ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಇವತ್ತು ಈ ಎರಡು ದೇವಸ್ಥಾನಕ್ಕೂ ಕೂಡ ಈ ರೀತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಹೊಂದ್ತಾ ಇರುವುದು ನಮಗೂ ಬಹಳ ಸಂತೋಷದ ವಿಷಯ. ಹಾಗಾಗಿ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಹೊಂದಿರುವಂತಹ ಎಲ್ಲ ಇದರ ಭಾರವಾಹಿಗಳನ್ನು ಆತ್ಮೀಯವಾಗಿ ಹೃದಯವಾಗಿ ಇದನ್ನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇವೆ. ವೇದಿಕೆಯಲ್ಲಿ ಕ್ಷೇತ್ರದ ಮಂತ್ರಿಗಳಾದ ಯಶವಂತರು ಹಾಗೂ ಗಣ್ಯ ಅತಿಥಿಗಳಾಗಿ ಮಣಿಕಂಠನ್ ಮೇಲತ್ತವರು, ಇನ್ನೊಬ್ಬರು ಮಂತ್ರಿಗಳ ಸಮಿತಿಯ ನಿರ್ದೇಶಕರಾದ ಶ್ರೀ ರಾಜೇಶ್ವರ ಭಟ್ಟವರು, ಶ್ರೀ ಕೃಷ್ಣರಾಮನ್ ನಾಯರವರು, ಈ ಭಾಗದ 2ನೇ ವಾರ್ಡಿನ ಮೆಂಬರ್ ಅವರು, ಇದು ಎಲ್ಲ ಗಣ್ಯ ಅತಿಥಿಗಳು ಕೂಡ ಈ ವೇದಿಕೆಗೆ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬಂದ ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾದಂತಹ ಭಕ್ತ ಬಂಧುಗಳು ಇದ್ದೀರ. ನಮಗೆಲ್ಲರಿಗೂ ಮಹಾರಾಜ ರತ್ನಾಮಠ ಗೋಪಾಲಕೃಷ್ಣ ಸ್ವಾಮಿ ಹಾಗೂ ಸ್ಥಳದಲ್ಲಿರುವಂತಹ ಮಹಾಶಿವ ಆಯರ ಆರೋಗ್ಯ ಭಾಗ್ಯಗಳನ್ನು ಹಂಚಿಕೊಳ್ಳಲು ವಿಶೇಷವಾದಂತಹ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸ್ತಾ ದೇವಸ್ಥಾನ ಇನ್ನಷ್ಟು ಅಭಿವೃದ್ಧಿಗಳನ್ನು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕಾರಣವಾಗಿ ಕೂಡ ಆರೈಕೆಯನ್ನು ಸಂದರ್ಭದಲ್ಲಿ ಮಾತೆಯಿಂದ ನಿರ್ಮಿಸ್ತಾ ಇದ್ದೇನೆ. ಸರ್ವೇ ಜನ ಸುಖಿನೋ ಭವಂತು, ಓಂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഈ പന്തലിനോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ ആയിട്ട് ആൾക്കാർക്കുള്ള ഒരു പ്രവണതയാണ് ഒരു അമ്പലത്തിനോ
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്ഥാനങ്ങളിലും ഒരു ചെറിയ വിളക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അത് ഇന്നാളുടെ വക എന്ന് എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു വരുന്നത് അത് പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പേര് വരണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പേര് പെടാൻ വേണ്ടി. ഞാനിവിടെ ഒരു ചെറിയൊരു കഥ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. മഹാപൂജയാവണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ അമ്പലം ഹരിപ്രസാദ് രാജാവ് ചാർജ് എടുത്ത പിന്നെ എൻ്റെ ഓരോ കൊല്ലം ഓരോ ഡെവലപ്മെൻറ്റിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ തെക്ക് പിന്നെ പശ്ചിമ ആ ഭാഗത്തിലെ ഗോപുരത്തിൻ്റെ അങ്കണത്തിൻ്റെ മേൽക്കൂര ബാക്കിയുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഈ സമയത്തിൽ പറയുന്നത് എല്ലാവർക്കും ഈ മധ്യാഹ്ന വേളയിൽ കൈലാരപ്പൻ നല്ലത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. രണ്ട് ക്ഷേത്രങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ കമ്മിറ്റിയെ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ നാട്ടുകാരെ,